Hi there, ഞാൻ CMA നിശാന്ത് രഘുനാഥ് വെൽക്കമിങ് യു ടു എ ന്യൂ വീഡിയോ അണ്ടർ മൈ സ്റ്റഡി ഫോർ ഇൻകം ടാക്സ്. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ബേസിക് ടെർമിനോളജീസ് നമ്മൾ പഠിച്ചു. അതിനുശേഷം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിനെ കുറിച്ച് പഠിച്ചു ആൻഡ് അലവൻസസും പഠിച്ചു. ഇപ്പം ഞാൻ ലെസൺ തുടങ്ങിയപ്പോൾ ഇൻകം ഫ്രം സാലറിയുടെ ലെസൺ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻകം ഫ്രം സാലറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസായി വരുന്നത് നമ്മൾ പഠിച്ച റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും അലവൻസസും പിന്നെ വേറൊരു ടേമായ പെർക്വിസിറ്റ്സ് ആണെന്ന് അല്ലേ? ആ പറഞ്ഞതിലെ മൂന്നാമത്തെ ഐറ്റമായ പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ ഈ ലെസൺ തൊട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, അലവൻസസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ് ഫോം 90%, ഓൾമോസ്റ്റ് 90 to 95% ഓഫ് യുവർ സിലബസ് ഫോർ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. അത് സാലറിയുടെ ഒരു 95% സിലബസും ഈ അലവൻസസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, പെർക്വിസിറ്റ്സ് ആണ്. അതിൽ ഏറ്റവും വലിയ കണ്ടന്റ്, ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്നതും ഈ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലെസൺ കുറച്ചധികം ലോങ് ആയിരിക്കും. ആൻഡ് ഈ വീഡിയോ ഓവർ ലോങ് ആവാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ ലെസൻ്റെ മൾട്ടിപ്പിൾ പാർട്സായി ബ്രേക്ക് ചെയ്യും. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് പാർട്ട്. ഈ പാർട്ടിലാണ് നമ്മൾ പെർക്വിസിറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷനും കൂടാതെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 പെർക്വിസിറ്റ്സും കൂടെ പഠിക്കാൻ പോകുന്നത്. ഓൾ റൈറ്റ്, സോ ഐ എം വെൽക്കമിങ് യു ഓൾ ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ സ്റ്റഡി ഫോർ പെർക്വിസിറ്റ്സ് അണ്ടർ ഇൻകം ഫ്രം സാലറി. നിങ്ങൾ എന്താണ് ഈ പെർക്വിസിറ്റ്സ് എന്നുള്ള ടേമിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർക്ക് ഈ ടേം വളരെ പുതിയതുമായിരിക്കും. ഈ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് അലവൻസസ് ആണെന്നുള്ളത്. നമ്മൾ അലവൻസസിൽ ഹൗസ് റെൻ്റ് അലവൻസിനെ കുറിച്ച് കണ്ടു, ട്രാവൽ അലവൻസിനെ കണ്ടു അല്ലേ? കൺവേയൻസ് അലവൻസിനെ കുറിച്ച് നമ്മൾ കേട്ടു, റൈറ്റ്? കൺവേയൻസ് അലവൻസ്, പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, ഇങ്ങനെ പലതും കണ്ടു അല്ലേ? യൂണിഫോം അലവൻസ്, പല അലവൻസ്. ഞാൻ ജസ്റ്റ് 2 ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇതെന്ത് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, അലവൻസ് എന്ന് പറയുന്നത് എംപ്ലോയിക്ക് ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എംപ്ലോയർ കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണ് അല്ലേ? എംപ്ലോയർ മോണിറ്ററിലി എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കുകയാണ്. എന്തിന്? എംപ്ലോയിക്ക് ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ. ഹൗസ് റെൻ്റ് അലവൻസ് എന്തിനാ? എംപ്ലോയിക്ക് റെൻ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എംപ്ലോയർ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ് അല്ലേ? കൺവെയൻസ് അലവൻസോ എംപ്ലോയിയുടെ ട്രാവലിന് വേണ്ടിയിട്ട്, എംപ്ലോയിയുടെ കൺവെയൻസിന് വേണ്ടി, ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലിക്ക് വേണ്ടി എംപ്ലോയിക്ക് കയ്യിൽ നിന്ന് ക്യാഷ് ചിലവാകും. ആ ചിലവാകുന്ന ക്യാഷ് മീറ്റ് ചെയ്യാനായിട്ട്, ആ ചിലവാകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടാണ് ഈ കൺവെയൻസ് അലവൻസ് കൊടുക്കുന്നത്. ശരിയാണേ? ഡൗട്ടൊന്നുമില്ലല്ലോ അവിടെ? റൈറ്റ്. ഇതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക. എംപ്ലോയിക്ക് കൺവെയൻസ് അലവൻസ് കൊടുക്കുന്നതിന് വരം എംപ്ലോയിക്ക് ഒരു കാറ് കൊടുക്കണം. ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നതിന് വരം എംപ്ലോയിക്ക് ഒരു വീട് തന്നെ അങ്ങോട്ട് കൊടുക്കണു, താമസിച്ചോന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷായിട്ടൊന്നും പോണില്ല, പക്ഷേ ഇൻ കൈൻഡ് ഒരു സെറ്റിൽമെൻറ്റ് പോകുന്നുണ്ട്. ഇവിടെ ക്യാഷിൽ പോയി അല്ലേ, പക്ഷെ ഇവിടെ കൈൻഡിൽ പോകുന്നു, റൈറ്റ്? ഇതാണ് പെർക്വിസിറ്റ്സ്. സോ ജനറലി പറയുകയാണെങ്കിൽ എനി ബെനിഫിറ്റ് ഓർ എനി പേയ്മെൻറ്റ് ഓർ എനിത്തിങ് പ്രൊവൈഡഡ് ബൈ, പേയ്മെൻ്റ് അല്ല, എനിത്തിങ് പ്രൊവൈഡഡ് ബൈ എൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഓവർ ആൻഡ് അബവ് സാലറി വിച്ച് ഇസ് നോട്ട് എൻ അലവൻസ് ക്യാൻ ബി ടേംഡ് ആസ് എ പെർക്വിസിറ്റ് അല്ലേ? എന്നിട്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഇവിടെ വരില്ല. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മളവിടെ കണ്ടതാണ്. അത് റിട്ടയർമെൻറ്റ് സംബന്ധിച്ച് ഒരു എംപ്ലോയിയുടെ റിട്ടയർമെൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് ആ സമയത്ത് എംപ്ലോയിക്ക് ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് എംപ്ലോയർ ക്രിയേറ്റ് ചെയ്യുന്ന ചില പേയ്മെൻറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ പെർക്വിസിറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. ജനറലി ഈ പറയുന്ന എല്ലാ പെർക്വിസിറ്റ്സും ഇൻ കൈൻഡാണ്, ക്യാഷ് അല്ല, നോൺ മോണിറ്ററി നേച്ചറാണ്. ചില റെയർ സിനാരിയോസിൽ മാത്രം ക്യാഷ് ആവും. ഉദാഹരണത്തിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കുക, ഓണത്തിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ വിഷുവിൻ്റെ ടൈമിന് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ടൈമിന്, ഈദിൻ്റെ ടൈമിൽ എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുക. ചിലപ്പോൾ ക്യാഷായിട്ട് കൊടുത്തുന്നിരിക്കും, ചിലപ്പോൾ ക്യാഷ് അല്ല കൈൻഡായിട്ട് കൊടുത്തുന്നിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. ലെറ്റ്സ് ഹെഡ് ടു വാട്ട് ദ മെറ്റീരിയൽ ടെൽസ് us. ഇതൊരു ബേസിക് എക്സ്പ്ലനേഷനാണ് എന്താണ് പെർക്വിസിറ്റ്സ് ഉള്ളതെന്നതിൻ്റെ. എനി ക്യാഷൽ എമോള്യുമെൻറ്റ്സ്, profit or fee attached to an office or position should be attached to an office or position in addition to wages or salary. അതായത് ഒരു എംപ്ലോയി ഹോൾഡ് ചെയ്യുന്ന ഓഫീസ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ്റെ ബേസിസിൽ കൊടുക്കുന്ന ഒരു അഡീഷണൽ പേയ്മെൻറ്റ്, അഡീഷണൽ ബെനിഫിറ്റ്. ഓക്കെ, റൈറ്റ്? ജനറലി ഈ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം നോൺ മോണിറ്ററി ഇൻ നേച്ചറാണ്, അതായത് ഇൻ കൈൻഡാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രം ക്യാഷ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗിഫ്റ്റിൻ്റെ കേസ്, റൈറ്റ്? നൗ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റ് പേ ചെയ്യാനായിട്ട് കൊടുക്കുന്നൊരു അലവൻസ്. അതേസമയം എംപ്ലോയിക്ക് ഒരു വീട് കൊടുക്കാം. എംപ്ലോയിക്ക് ഒരു വീട് കൊടുക്കുന്നു. ഈ വീടിന് മാസം വരുന്ന വാടക 10,000.
അതായത് 10,000 രൂപ മാസവാടക വരുന്ന വീടാണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത് താമസിക്കാൻ. നൗ എംപ്ലോയറിന് 2 വിധത്തിൽ ഇത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ വീടിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കാം, അത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങുന്നില്ല. അല്ലെങ്കിൽ ഒരു റേറ്റിന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ റേറ്റിന് കൊടുത്തപ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് ഈ വീട് 4,000 രൂപ വാടകയ്ക്ക് കൊടുത്തു. 4,000 രൂപ വാടകയ്ക്ക് കൊടുത്തു. അതായത് വീട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നു. എൻ്റെ എംപ്ലോയിയുടെ അടുത്ത് പറയാം 10,000 രൂപയുടെ വീടാണ്, നിങ്ങൾ എനിക്ക് 4,000 രൂപ മാത്രം തന്നാൽ മതി. അപ്പോൾ ഈ 2 സ്ഥലത്തും അത് ഫ്രീ ആയിട്ട് എംപ്ലോയിക്ക് കിട്ടുമ്പോഴും എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്, കുറഞ്ഞ വാടകയ്ക്ക് കിട്ടുമ്പോഴും എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. ഈ ഫ്രീ ആയി കിട്ടുന്ന സാഹചര്യത്തിൽ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? മൊത്തം 10,000 രൂപയുടെ ബെനിഫിറ്റാ അല്ലേ. 10,000 രൂപയുടെ വാടക ആണ് എംപ്ലോയിക്ക് മൊത്തം ഡിസ്കൗണ്ടായി കിട്ടുന്നത്, ഫ്രീ ആയി കിട്ടുന്നത് അല്ലേ. ഈ 4,000 രൂപയ്ക്കാണെങ്കിലോ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? 6,000 രൂപയുടെ അല്ലേ. 6,000 രൂപയാണ് എംപ്ലോയിക്ക് അവിടെ ഫ്രീ അല്ലെങ്കിൽ എന്താ ഡിസ്കൗണ്ട് കിട്ടുന്നത്, പെർക്വിസിറ്റായി കിട്ടുന്നത് അല്ലേ. പുറത്തായിരുന്നെങ്കിൽ എംപ്ലോയി 10,000 രൂപ കൊടുക്കേണ്ടി വന്നേ, പക്ഷേ എംപ്ലോയർ കൊടുത്ത വീടായാലും 4,000 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, 6,000 രൂപ ലാഭിച്ചു അല്ലേ. ഈ 4,000 എന്ന് പറയുന്നതില്ലേ, 4,000 അത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നൊരു റേറ്റ് അല്ലേ അല്ലേ. ഈ റേറ്റിനെ നമ്മൾ പറയുന്നതാണ് റിക്കവറി മെയ്ഡ് ഫ്രം എൻ എംപ്ലോയി. അപ്പോൾ ഈ ടേം ഒന്ന് മനസ്സിൽ വയ്ക്കുക, റിക്കവറി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു റേറ്റിന് കൊടുക്കുന്നുവോ ആ റേറ്റിനെ പറയുന്നതാണ് റിക്കവറി. ഫൈൻ, ക്ലിയർ. നൗ ഒരു പെർക്വിസിറ്റ് എന്നുള്ള ഐറ്റം ടാക്സബിൾ ആവണം എപ്പോഴാണെന്ന് അറിയാമോ? ഇസ് ഓൺലി വെൻ ദി എംപ്ലോയി ഹാസ് എ പേഴ്സണൽ അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ മാത്രമാണ് ഒരു പെർക്വിസിറ്റ് ടാക്സബിൾ ആവുന്നത്. ഉദാഹരണത്തിന് എംപ്ലോയറിൻ്റെ കമ്പനിയുള്ള മാനേജറിന് ഒരു കാറ് കൊടുത്തു. എന്നിട്ട് എംപ്ലോയർ പറയുക ഈ കാറ് ഓഫീസ് യൂസിന് മാത്രമേ പാടുള്ളൂ, ഓഫീസ് യൂസ് ഓൺലിയാണ്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയിയെ സംബന്ധിച്ച് പേഴ്സണൽ ബെനിഫിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതെന്താ സംഗതി? ജോലി ചെയ്യാനായിട്ട്, എംപ്ലോയിയുടെ ജോലി സുഖകരമാക്കാനായിട്ട്, ഈസി ആക്കാനായിട്ട് എംപ്ലോയർ കൊടുക്കുന്ന ഒരു കാറ്, അതിനെ ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇത് എംപ്ലോയർ പറയാം ഞാൻ നിങ്ങൾക്ക് ഓഫീസിൽ ഇരിക്കാനായിട്ട് കസേരയും മേശയും AC ഒക്കെ തരണു, അതിനൊക്കെ പെർക്വിസിറ്റ് ആയിട്ട് കണ്ടിട്ട് അതിനൊക്കെ നിങ്ങൾ ടാക്സ് താന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് ടാക്സ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യം മനസ്സിൽ വയ്ക്കുക. ഒരു പെർക്വിസിറ്റ് എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദാറ്റ് പെർക്വിസിറ്റ് ഇസ് ഓൺലി ഫോർ ഓഫീസ് യൂസ് ഓൺലി ആണെങ്കിൽ no taxability for the same. It only becomes taxable when the employee has a personal advantage. ഇപ്പോൾ എംപ്ലോയർ പറയാം ഞാൻ കാർ തരാം, നിങ്ങളത് ഓഫീസിലേക്കും ഉപയോഗിക്കൂ, കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടി ആ കാർ ഉപയോഗിച്ചോളൂ, 2 വിധത്തിൽ ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിന് മാത്രമായിട്ട് ഉപയോഗിച്ചോളൂ. ആ പേഴ്സണൽ അഡ്വാൻറ്റേജ് എന്നുള്ള എലമെൻറ്റ് വരുമ്പോഴാണ് ഒരു പെർക്വിസിറ്റ് ടാക്സബിൾ ആകുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. നൗ ജനറലി പെർക്വിസിറ്റ്സിനെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് വേർതിരിക്കാം. It can be facilities, opportunities, assets or services provided by the employer to employee. ഇപ്പോൾ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫെസിലിറ്റി വേണമെങ്കിൽ എംപ്ലോയറിന് കൊടുക്കാം. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എംപ്ലോയിക്ക് ഷെയർസ് മേടിക്കാൻ ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ പേടിക്കണം, നമ്മൾ പഠിക്കും ഇതിൽ. ഷെയർസ് മേടിക്കാൻ ഓപ്പർച്യൂണിറ്റി എടുക്കാം. അസറ്റ്സ്, അതായത് ഇപ്പോൾ കാർ കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു. സർവീസസ് വേണമെങ്കിൽ എംപ്ലോയിക്ക് ഹെൽപ്പേഴ്സിൻ്റെ, വീട്ടിൽ ജോലിക്കാരുടെ വേണമെങ്കിൽ ഗ്യാസ്, യൂട്ടിലിറ്റി, ഇലക്ട്രിസിറ്റി, അങ്ങനത്തെയൊക്കെ സർവീസസ് എംപ്ലോയർ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ പ്രോഡക്റ്റ് ഇല്ല, നേരെ കുറച്ച് ഇങ്ങനത്തെ യൂട്ടിലിറ്റീസ് ആണ് കൊടുക്കുന്നത്. അതാണ് വൺ വേ. അതായത് ഒരു ടാഞ്ചിബിൾ ഐറ്റം, അല്ലെങ്കിൽ നമുക്ക് ടാഞ്ചിബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് സ്ട്രെയിറ്റ് അവേ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ഐറ്റത്തിന് നമുക്ക് അതേപടി കാണാൻ പറ്റും. നെക്സ്റ്റ്, ഓബ്ലിഗേഷൻസ് ഓഫ് എംപ്ലോയി മെറ്റ് ബൈ എംപ്ലോയർ. അതായത് എംപ്ലോയിക്ക് ചിലപ്പോൾ ഒരു എക്സ്പെൻസ് വന്നു, അത് എംപ്ലോയർ അടച്ചു കൊടുത്തു. ഉദാഹരണത്തിന് പ്രൊഫഷണൽ ടാക്സ്, അത് എംപ്ലോയി അടയ്ക്കേണ്ട കാര്യമാണ്. എംപ്ലോയി അടയ്ക്കുന്നതിന് വരും അത് എംപ്ലോയർ അടച്ചു കൊടുത്തു. അപ്പോൾ എംപ്ലോയർ അടച്ചു കൊടുത്തപ്പോൾ എംപ്ലോയിക്ക് എന്താ ബെനിഫിറ്റ് കിട്ടിയത്? എംപ്ലോയി അടയ്ക്കേണ്ട ഒരു എക്സ്പെൻസ് എംപ്ലോയിക്ക് അടയ്ക്കേണ്ടതില്ല, എംപ്ലോയർ അടച്ചു തന്നു അല്ലേ. അത് എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള കാശ് കളഞ്ഞ് അടയ്ക്കേണ്ടതായിരുന്നില്ലേ അല്ലേ? യെസ് ഓർ നോ? അത് എംപ്ലോയർ അടിച്ചിട്ട് അതിൻ്റെ റെസീറ്റ് കൊണ്ടേ കൊടുത്തതാ, നിൻ്റെ എക്സ്പെൻസ് അടച്ചിട്ടുണ്ട് പോയിക്കോ. അപ്പോൾ എംപ്ലോയിയെ സംബന്ധിച്ച് എംപ്ലോയിയുടെ ഒരു ഓബ്ലിഗേഷൻ, എംപ്ലോയി അടയ്ക്കേണ്ടിയിരുന്നൊരു പേയ്മെൻറ്റ് എംപ്ലോയർ അടച്ചു തരിക, അതും പെർക്വിസിറ്റാണ്. ജനറലി നമുക്കിതിനിങ്ങനെ വേർതിരിക്കാം ഈ രണ്ടായിട്ട്. ഇതല്ലാണ്ട് വേറെ സ്പ്ലിറ്റപ്പ് ഒക്കെ ഉണ്ട്, മൊത്തം 3ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പെർക്വിസിറ്റ്സിനെ, അതൊക്കെ നമ്മൾ വഴിയെ കാണും. സോ യെസ്, ഇത്രയാണ് എനിക്ക് ബേസിക് കാര്യങ്ങൾ പെർക്വിസിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പെർക്വിസിറ്റ്സ് എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നു. സെക്ഷൻ 17(2) ആണ് പെർക്വിസിറ്റ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 17(2). അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ
അതത്ര റീഡർ ഫ്രണ്ട്ലിയോ ഈസി ടു അണ്ടർസ്റ്റാൻഡോ അല്ല, വെറുതെ കുറച്ച് കൺഫ്യൂസിങ് രീതിയിലാണ് ഇൻകം ടാക്സ് ആക്ടിൽ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മോഡ് എടുക്കുന്നില്ല, മറിച്ച് ഞാൻ എൻ്റേതായ രീതിയിലായിരിക്കും പെർക്വിസിറ്റ്സ് എന്നുള്ള സംഗതി പഠിപ്പിച്ചിരുന്നത്. ആൻഡ് ഐ ഗ്യാരണ്ടി യു എൻ്റെ വീഡിയോസ് കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 100% കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവും പെർക്വിസിറ്റ്സ് എന്താ, അതിൻ്റെ ഓരോ ഐറ്റംസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളതിൽ. ഓൾറൈറ്റ്, സോ യെസ്, അതാണ് പെർക്വിസിറ്റ്സ്. ഈ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് സ്റ്റഡിക്ക് വേണ്ടി ഞാനൊരു സ്ട്രക്ചർ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ എല്ലാ പെർക്വിസിറ്റിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞല്ലോ, പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇതിപ്പോൾ ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ 10,000 രൂപയുടെ ഒരു വീട്, ഓക്കെ, 10,000 രൂപയുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു. ഓൾറൈറ്റ്, അതിന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് 2,000 രൂപ വാടക മേടിച്ചു. 2,000 അല്ല, 4,000 അല്ല ഞാൻ പറഞ്ഞേ, 4,000 രൂപ വാടക വാങ്ങി. ബാക്കി മിച്ചം വരുന്നതിൽ 6,000 രൂപയുടെ ബെനിഫിറ്റാണ് എംപ്ലോയിക്ക് കിട്ടുന്നത്, അല്ലേ? യെസ്. ഇപ്പോൾ ഇവിടെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് വേണമെങ്കിൽ PV എന്ന് ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോം എടുക്കണം. പെർക്വിസിറ്റിൻ്റെ വാല്യൂ 10,000, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന റിക്കവറി 4,000, മിച്ചം വരുന്ന 6,000. ഇതാണ് ടാക്സബിൾ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ടാക്സബിൾ വാല്യൂ. ഓൾറൈറ്റ്, ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 10,000 രൂപ എന്നുള്ളത് എങ്ങനെ കിട്ടി, നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തും? ഇപ്പോൾ ഈ 4,000 എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് ഉറപ്പുവരുത്താം, കാരണം എംപ്ലോയി എന്താണോ കൊടുക്കണേ അത്. പക്ഷേ ഈ 10,000 രൂപ നിങ്ങൾ എങ്ങനെ ഫൈനലൈസ് ചെയ്തു? എംപ്ലോയർ പറഞ്ഞത് കേട്ട് സമ്മതിച്ചോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾ പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് അതേപടി സ്വീകരിക്കുന്ന? ഇൻകം ടാക്സ് ആക്ടിന് പ്രൂഫ് വേണ്ടേ? ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പറയാം, നിങ്ങൾ എന്ത് ബേസിസിൽ ഞാൻ 10,000 എന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് ഉറപ്പില്ല, വേണമെങ്കിൽ 20,000 രൂപയുടെ വീടായിക്കൂടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സ് വെട്ടിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചതായിക്കൂടെ, നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ടാണ് ഈ സ്റ്റഡി സ്ട്രക്ചർ. ഈ സ്റ്റഡി സ്ട്രക്ചറിൽ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം, എങ്ങനെ ടാക്സബിൾ വാല്യൂയിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹോൾ സ്റ്റഡി ഫോർ പെർക്വിസിറ്റ് നമ്മൾ പല 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 പെർക്വിസിറ്റ്സ് ആണ്, അതിലെല്ലാം നമ്മൾ പഠിക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാ ഫസ്റ്റ്. ഇപ്പോൾ 10,000 എന്ന് പറയുന്നത് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളത്. റിക്കവറി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡയറക്റ്റ് കിട്ടും, എംപ്ലോയി എന്താ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ഓൾറൈറ്റ്, സോ സ്റ്റഡി സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്പർ 1, പെർക്വിസിറ്റിൻ്റെ വാല്യുവേഷൻ. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണ് ഓരോ പെർക്വിസിറ്റും വാല്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. സ്റ്റെപ്പ് നമ്പർ 2, ഇതിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ഈ കൊടുത്ത പെർക്വിസിറ്റിൽ എന്തെങ്കിലും പ്യോർലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് എന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ കാർ കൊടുക്കണതിൻ്റെ കേസ് പറയില്ലേ, കാർ ഒഫീഷ്യൽ യൂസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒഫീഷ്യലും പേഴ്സണലുമായിട്ട് യൂസ് ചെയ്യാം. അതിൽ ഒഫീഷ്യൽ മാത്രമുള്ളത് ടാക്സബിൾ ആവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒഫീഷ്യൽ പർപ്പസിനുള്ളത്. അവനെ മിക്സഡ് പർപ്പസ് ആയിട്ടാണ് കൊടുക്കുന്നത്, പേഴ്സണൽ ആൻഡ് ഒഫീഷ്യലിനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഒഫീഷ്യൽ എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒഫീഷ്യലിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാം, വാല്യൂ എന്ന്. ഓൾറൈറ്റ്, അങ്ങനെ കിട്ടുന്നതിനാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂവിൽ നിന്ന് റിക്കവറി, അതിൽ നിന്ന് ഒഫീഷ്യൽ, ദാറ്റ് വിൽ ഗിവ് യു ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഫൈൻ. ഓൾറൈറ്റ്, ഒരു സിമ്പിൾ ടേബിൾ ഇതാ ഇവിടെ. വാല്യൂഷൻ ഓഫ് പെർക്വിസിറ്റ് നമ്മൾ ചെയ്യുക, അതിന് ഓരോ പെർക്വിസിറ്റിനും ഓരോ വാല്യൂഷൻ മെത്തഡോളജീസ് അത് പ്രകാരം ചെയ്യുക. അതിൽ നിന്ന് റിക്കവറീസ് കുറയ്ക്കുക, എനി എമൗണ്ട് ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ഓൺലി കുറയ്ക്കുക, ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. സിമ്പിൾ അല്ലേ? വെരി ഈസി, റൈറ്റ്? ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ഈ കംപ്ലീറ്റ് പെർക്വിസിറ്റ്സിന്, ഞാൻ പറയല്ലോ പെർക്വിസിറ്റ്സ് എന്നുള്ള ഈ ടോപ്പിക്കിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ കാറ്, വീട്, ഗ്യാസോ ഇലക്ട്രിസിറ്റി കൊടുക്കൽ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കൽ, മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കൽ, ഒരു ട്രാവൽ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കൽ, ഇങ്ങനെ പല കാര്യങ്ങൾ പെർക്വിസിറ്റ്സിൽ നമ്മൾ കാണും. അതിൽ ഈ പറഞ്ഞ പെർക്വിസിറ്റ്സിൻ്റെ ടാക്സബിലിറ്റി എല്ലാവർക്കും ഒരേപോലെ അല്ല. അപ്പോൾ ഈ ടാക്സബിലിറ്റിൻ്റെ ബേസിസിൽ പെർക്വിസിറ്റ്സിനെ 3 കാറ്റഗറീസ് ആയിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ 3 കാറ്റഗറീസാണ് നിങ്ങളിവിടെ കാണുന്നത്. കാറ്റഗറി നമ്പർ 1 ഇസ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. ഓക്കെ, ഒരു സർട്ടൻ ഐറ്റംസ് ഓഫ് പെർക്വിസിറ്റ്സ്, മൊത്തം ഒരു 5 എണ്ണമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അത് 20 പെർക്വിസിറ്റ്സ് ഉള്ള ഒരു 5 എണ്ണം സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമാണ് വരുന്നത്. മൊത്തം 20 ആണോ എന്നറിയില്ല, 20 താഴെ ഐറ്റംസ് ആണുള്ളത്. രണ്ടാമത്, പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. ഇത് നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസിനും സ്പെസിഫൈഡ് എംപ്ലോയീസിനും എല്ലാവർക്കും ടാക്സബിൾ ആവും. പിന്നെ ഫൈനലി പെർക്വിസിറ്റ്സ് വിച്ച് ആർ ഫുള്ളി എക്സെംപ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈ 3 കാറ്റഗറീസ് ഇൻകം ടാക്സ് ആക്ടിലുണ്ട്. പക്ഷേ ഞാൻ ഈ 3 കാറ്റഗറീസിലെ ഓരോന്നിനായിട്ടല്ല പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ചില പെർക്വിസിറ്റ്സിന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മെഡിക്കൽ ഫെസിലിറ്റി എന്നുള്ളൊരു പെർക്വിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി എക്സെംപ്റ്റ് ആണ്, പക്ഷേ വേറൊരു തരത്തിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിളുമാണ്.
അപ്പോൾ നമുക്ക് ആ മെഡിക്കൽ ഫെസിലിറ്റി എന്നുള്ള പെർക്വിസിറ്റിനെ ഫുള്ളി എക്സെപ്റ്റിലും ടാക്സബിളിലും ഇട്ട് അനലൈസ് ചെയ്യുന്നതിന് പകരം മെഡിക്കൽ പെർക്വിസിറ്റ് എന്താണെന്ന് പഠിക്കുക. ആ പെർക്വിസിറ്റ് പഠിക്കുമ്പോൾ അതിൽ ഫുള്ളി എക്സെപ്റ്റ് ആയിട്ട് വരുന്നത് ആർക്ക് എങ്ങനെയൊക്കെ, ടാക്സബിളായി വരുന്നത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ, അങ്ങനെ ഓരോ പെർക്വിസിറ്റിനും അങ്ങനെ ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ഈച്ച് പെർക്വിസിറ്റ് അണ്ടർ ഈച്ച് കാറ്റഗറി നമ്മൾ പെർക്വിസിറ്റിനെ ഓരോ ആയിട്ട് പഠിക്കും. എന്നിട്ട് അതിൽ ടാക്സബിളായി വരുന്നുണ്ടോ എക്സെപ്റ്റായി വരുന്നുണ്ടോ എന്നുള്ളത് കാണും. ആകെ ഈ ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്നതിൽ 5 എണ്ണത്തിനെ ഞാൻ സെപ്പറേറ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്യും. ഈ 5 എണ്ണം എല്ലാ എംപ്ലോയീസിനും വരുന്നതല്ല, സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം വരുന്നതാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യും. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ഇതിൽ ആകെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ഈ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരെയാണ്, എന്തിനൊക്കെയാണെന്ന്, എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത്. അതാരാ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. സെക്ഷൻ 17(2)(3) സ്പെസിഫൈഡ് എംപ്ലോയി ആരാ എന്ന് ഇൻകം ടാക്സ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, നമ്പർ 1 ഡയറക്ടർ എംപ്ലോയി, അതായത് കമ്പനിയുടെ ഡയറക്ടറാണ്, അതേസമയം ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൻ്റെ പവറോടുകൂടെ കമ്പനിയുടെ എംപ്ലോയി ആയിട്ടും സെർവ് ചെയ്യുന്നു. ഇപ്പം മിസ്റ്റർ എ who happens to be a director of the company is also by way of contract of employment a person holding a position of employee in the company. അപ്പോൾ അങ്ങനത്തെ എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയിയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞ് കാണുന്ന എല്ലാ ആൾക്കാരും ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് പവർ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ലെവൽ ഓഫ് പവർ കമ്പനിയിലുണ്ടല്ലേ. അപ്പോൾ ഒരു എംപ്ലോയിക്ക് ഡയറക്ടർ പവർ ഉണ്ടെങ്കിൽ അവരെ സ്പെസിഫൈഡ് എംപ്ലോയി ആക്കും. 2 an employee with substantial interest. Substantial interest എന്ന് പറയുന്നത് 20% or more ഷെയർ ഹോൾഡിംഗ് പവർ അല്ലെ, ഷെയർ ഹോൾഡിംഗ് വോട്ടിംഗ് പവർ, റൈറ്റ്. അപ്പോൾ അത്രയും വോട്ടിംഗ് പവറുള്ളൊരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ നല്ല പവറുള്ള എംപ്ലോയിയാണ്. ആ എംപ്ലോയിനെ സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യണം. 3 important an employee whose income under the head salary exceeds rupees 50,000 per annum. അതായത് ഒരു എംപ്ലോയി പെർ ആനം 50,000 രൂപയിൽ കൂടുതൽ സാലറി വാങ്ങുന്നുണ്ടെങ്കിൽ, ഇതിൽ ചിലപ്പോൾ ഈ എംപ്ലോയി എ എന്ന് പറഞ്ഞൊരു കമ്പനി എടുത്ത്, ബി എന്ന് പറഞ്ഞ കമ്പനി എടുത്ത്, സി എന്ന് പറഞ്ഞ കമ്പനി എടുത്തൊക്കെ എംപ്ലോയീസ് ആയിരിക്കും. ഇതിൽ ഈ 3 പേരുടെ അടുത്തുനിന്ന് മൊത്തം എടുത്താൽ 50,000 പെർ ആനത്തിൽ കൂടുതൽ സാലറി വാങ്ങുന്നുണ്ടെങ്കിൽ, അതൊറ്റ എംപ്ലോയർ എന്നുള്ളതല്ല, 3 എംപ്ലോയീസിന് എടുക്കണം. ഒരു വ്യക്തിക്ക് മൊത്തം എല്ലാ എംപ്ലോയീസിനെയും കൂട്ടിയിട്ട്, എത്ര എംപ്ലോയീസാണ് അത്ര എംപ്ലോയീസിനെയും കൂട്ടിയിട്ട് വർഷം 50,000 കൂടുതൽ സാലറി മേടിക്കുന്നുണ്ടെങ്കിൽ, in aggregate from all employers വാങ്ങുന്നുണ്ടെങ്കിൽ, that employee will be treated as a specified employee. And ഈ 50,000 എന്നുള്ള സംഖ്യ എടുക്കുമ്പോൾ the following items are to be excluded or deducted. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് പെർക്വിസിറ്റ്സ് രൂപത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നിനെയും കൂട്ടണ്ട. നോൺ ടാക്സബിൾ ആയിട്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയും കൂട്ടണ്ട, ടാക്സബിലിറ്റി ഇല്ലാത്ത മോണിറ്ററി ബെനിഫിറ്റ്സ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16(1)(a), 2 and 3 എന്തൊക്കെയാണത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൻഡ് പ്രൊഫഷണൽ ടാക്സ്, റൈറ്റ്. ഈ 3ൻ്റെയും ഡിഡക്ഷൻസ് നമുക്ക് കുറയ്ക്കാം. ആൻഡ് ഫൈനലി എംപ്ലോയർ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെയും കൂട്ടണ്ട. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 4 ഐറ്റംസിനെ എക്സ്ക്ലൂഡ് ചെയ്യാന്നതിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യേണ്ടതിനൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് മാത്രം ഈ 50,000 എന്നുള്ള അഗ്രിഗേറ്റ് ലിമിറ്റ് നോക്കിയാൽ മതി. ഓൾ റൈറ്റ്, സോ ഇതാണ് ഒരു സ്പെസിഫൈഡ് എംപ്ലോയി. ആൻഡ് ക്വിക്ക്ലി നോട്ട് ഡൗൺ ഏതൊക്കെ പെർക്വിസിറ്റ്സ് ആണ് ഈ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആവുന്നത്. നമ്പർ 1 ഡൊമസ്റ്റിക് സെർവൻറ്റിനെ പ്രൊവൈഡ് ചെയ്യൽ. നമ്പർ 2 യൂട്ടിലിറ്റീസ് പ്രൊവൈഡഡ് ഫോർ ഹോം കൺസംഷൻ, അത് വീട്ടിലേക്കുള്ള ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും വീട്ടിലേക്കുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇത് രണ്ടും ഹൗസ് റിലേറ്റഡ് 2 ഐറ്റംസ്. ഡൊമസ്റ്റിക് വീട്ടിലേക്കുള്ള സെർവൻറ്റും വീട്ടിലേക്കുള്ള ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഈ 2 ഐറ്റംസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. നമ്പർ 3 എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. നമ്പർ 4 മോട്ടോർ കാർ. നമ്പർ 5 ഫ്രീ ഓർ കൺസെഷണൽ ടിക്കറ്റ്സ് ഫോർ ട്രാവൽ. ട്രാവൽ ടിക്കറ്റ് കേട്ടോ, ടിക്കറ്റ്സ് ഫോർ ട്രാവൽ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എന്നുള്ളൊരു പെർക്വിസിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് എംപ്ലോയിയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പഠിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക, അങ്ങനത്തെ ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുക. മോട്ടോർ കാർ കൊടുക്കുക. ട്രാവൽ ചെയ്യാനായിട്ട് എംപ്ലോയിയുടെ ഫാമിലിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ടിക്കറ്റ്സ് എടുത്ത് കൊടുക്കുക, ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിന് എടുത്ത് കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ പെർക്വിസിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, ഈ പറഞ്ഞ പെർക്വിസിറ്റ്സേ അത് ചിലപ്പോൾ എംപ്ലോയിക്ക് മാത്രമായിട്ടായിരിക്കില്ല, എംപ്ലോയിയുടെ ഫാമിലിയിലുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് ഹോൾഡിന് വേണ്ടിയും കൂടെ പ്രൊവൈഡ് ചെയ്തേക്കാം. അവർക്ക് പ്രൊവൈഡ് ചെയ്താലും ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഈ മെമ്പേഴ്സ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇൻ ഷോർട്ട് MOH എന്ന് എഴുതുകയാണ്. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിയുടെ സ്പൗസ്, ഓക്കെ, എംപ്ലോയിയുടെ ചിൽഡ്രൻ, ഓക്കെ, എംപ്ലോയിയുടെ പേരൻസ്,
ഓക്കെ, എംപ്ലോയിയുടെ ഡിപ്പെൻഡൻസ്, ഇപ്പം എംപ്ലോയിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവര്. ആൻഡ് ഫൈനലി എംപ്ലോയിയുടെ സെർവൻസ്. അപ്പോൾ ഈ ഫ്രീ ഓർ കൺസെഷണൽ ടിക്കറ്റ്, ട്രാവൽ ടിക്കറ്റ് ഇവർക്ക് ആർക്കെടുത്താലും ഫൈൻ, അത് പെർക്വിസിറ്റ്, ടാക്സിബിൾ പെർക്വിസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. മനസ്സിലായോ? റൈറ്റ്. സോ ദീസ് ആർ ദി പെർക്വിസിറ്റ്സ് വിച്ച് ആർ ടാക്സിബിൾ ഫോർ ഓൺലി സ്പെസിഫൈഡ് എംപ്ലോയീസ്. പിന്നെ കാണാൻ പോകുന്ന വേറെയുള്ള എല്ലാ പെർക്വിസിറ്റ്സും ഐദർ ഇറ്റ് വിൽ ബി ടാക്സിബിൾ ഫോർ എവറി എംപ്ലോയി ഓർ ഇറ്റ് വിൽ ബി എക്സെംപ്റ്റ്. അത് നമ്മൾ ഓരോ പെർക്വിസിറ്റായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ ഏരിയാസിൽ നിന്ന് ഓരോ പെർക്വിസിറ്റിനെ അനലൈസ് ചെയ്യും. ഇനി പെർക്വിസിറ്റിൻ്റെ സ്റ്റഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്ലൈഡ് ഓഫ് ദിസ് വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൻ 17(2) വളരെ നോൺ റീഡർ ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അനാവശ്യമായിട്ട് വെറുതെ കുറേ കാര്യങ്ങൾ പറയേണ്ടത് അവിടെ നിന്ന് വായിക്കുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ഓരോ പെർക്വിസിറ്റായിട്ട് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. അതിൽ ചില കാര്യങ്ങൾ ഓരോ പെർക്വിസിറ്റായിട്ട് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല, അത് മാത്രം ഞാനിവിടെ പറഞ്ഞിരുന്നത്. നമ്പർ 1, any amount paid by an employer in respect of any obligation which otherwise would have been payable by the employee. ഇവിടെ ഞാൻ പെയ്ഡിന് അണ്ടർലൈൻ ചെയ്തേക്കണുണ്ടോ? അത് എംപ്ലോയിക്ക് പേ ചെയ്യേണ്ടിയിരുന്ന ഒരു ഐറ്റം എംപ്ലോയർ പേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെർക്വിസിറ്റ് ആവും. പക്ഷെ അത് പെർക്വിസിറ്റ് ആവണമെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഓൾവേസ് ഓൺ ക്യാഷ് ബേസിസ്. എംപ്ലോയർ ആക്ച്വലി പേ ചെയ്യണം. എംപ്ലോയറിന് പേയബിൾ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എംപ്ലോയി നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ട്, എംപ്ലോയിയുടെ ഇന്ന ലയബിലിറ്റി, ഇന്ന ഓബ്ലിഗേഷൻ എംപ്ലോയർ പേ ചെയ്യാമെന്ന്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മന്തിലെ ലയബിലിറ്റി വന്നു, എംപ്ലോയർ അത് പേ ചെയ്യുന്നില്ല, പേയബിൾ അവസ്ഥയിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ആവില്ല എംപ്ലോയിയെ സംബന്ധിച്ച്. എംപ്ലോയർ അത് ആക്ച്വലി പേ ചെയ്യണം, ഓക്കെ, എന്നാലേ ടാക്സബിൾ ആവുള്ളൂ. പോയിന്റ് നമ്പർ 2, സം പേയബിൾ ബൈ എൻ എംപ്ലോയർ വെദർ ഡയറക്ട്ലി ഓർ ത്രൂ എ ഫണ്ട് അതർ ദാൻ RPF, ASF ഓർ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് ടു എഫക്ട് ആൻ അഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദി അസസി ഓർ ടു എഫക്ട് എ കോൺട്രാക്ട് ഫോർ ആൻ ആനുവിറ്റി. അതായത് എംപ്ലോയിയുടെ ലൈഫിൻ്റെ അഷുറൻസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആനുവിറ്റി പ്ലാനിന് വേണ്ടിയിട്ട് എംപ്ലോയറിന് പേയബിൾ ആവുന്ന എന്തെങ്കിലും ഒരു സംഖ്യ, ബട്ട് മേക്ക് ഷുവർ ഈ പറയുന്ന സംഖ്യ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടോ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ടിലേക്കോ അല്ല എന്നുള്ളത്. ഈ ഡെപ്പോസിറ്റ് ലിങ്ക് ഇൻഷുറൻസ് ഫണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു തരം ഇൻഷുറൻസ് കവറാണ്. ഇതും PF സംബന്ധമായിട്ട് തന്നെ വരുന്ന കാര്യം കേട്ടോ. ഈ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് PF കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് കവറാണ്. അപ്പോൾ എംപ്ലോയിയുടെ ലൈഫിൻ്റെ അഷുറൻസിന് അല്ലെങ്കിൽ ഒരു ആനുവിറ്റി പ്ലാനിന് വേണ്ടി ഈ പറഞ്ഞ 3 കാറ്റഗറീസിലല്ല, RPF, ASF ആൻഡ് ഡെപ്പോസിറ്റ് ലിങ്ക് ഇൻഷുറൻസ് ഫണ്ടിലേക്കല്ല, വേറെ ഏതെങ്കിലും ആവട്ടെ, ഇവരല്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പേയബിൾ ആയാൽ മതി. പെയ്ഡ് ആവണമെന്നില്ല. അത് അക്രൂവൽ ബേസിസിൽ പെർക്വിസിറ്റ് ടാക്സ് ചെയ്യണം. അതേസമയം ഒബ്ലിഗേഷൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അത് പെയ്ഡ് ആവണം എന്ന് പറഞ്ഞു ഒബ്ലിഗേഷൻ്റെ കാര്യത്തിൽ. പക്ഷേ ലൈഫ് അഷുറൻസോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ആനുവിറ്റി അതർ ദാൻ PF, ASF എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ഓർ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഫണ്ട്, ഈ പറഞ്ഞ 3 കാറ്റഗറീസ് അല്ലാത്തവരുടെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് പേയബിൾ ആയാൽ ടാക്സബിൾ ആകും. ഓൾറൈറ്റ്, നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, the amount or the aggregate of amounts of any contribution made to the account of the assessee by the employer to RPF, to an 80CCD1, a national pensions scheme, NPS അല്ലെങ്കിൽ അട്ടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്കീം ഓർ എനി അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്, ഈ പറഞ്ഞ 3 ഫണ്ട്സിലേക്ക് എംപ്ലോയിയുടെ പേരിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഇഫ് ദാറ്റ് കോൺട്രിബ്യൂഷൻ എക്സീഡ്സ് 7,50,000 rupees per annum, ഒരു വർഷം 7.5 ലക്ഷത്തിലധികം പോവുകയാണെങ്കിൽ എത്ര രൂപയ്ക്കാണോ 7.5 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്നത് അത്രയും വിൽ ബി ട്രീറ്റഡ് ആസ് എ പെർക്വിസിറ്റ്. സേ RPF സൂപ്പർ ആനുവേഷൻ ഫണ്ടും ഈ NPSലേക്കും എംപ്ലോയിക്ക് വേണ്ടി ഒരു 9 ലക്ഷം രൂപ ഒരു വർഷം ഇട്ടു. അപ്പോൾ 7.5 ലക്ഷത്തിനെക്കാട്ടും മുകളിലല്ലേ, 1.5 ലക്ഷം രൂപ അധികമല്ലേ, ആ 1.5 ലക്ഷം രൂപ വിൽ ബി ടാക്സബിൾ പെർക്വിസിറ്റ്. ഓക്കെ, ആൻഡ് ഫൈനലി എനി അക്രിഷൻ ടു സച്ച് ഫണ്ട്സ് ഔട്ട് ഓഫ് ദി എക്സസ് ആസ് മെൻഷൻഡ് അബവ്, അതായത് ഈ ഫണ്ടിൽ പൈസ എടുക്കുന്നതിന് ഇൻട്രസ്റ്റും പലതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഈ എക്സസ് പോയത് എത്ര? ഇവിടെ 1.5 ലക്ഷം എക്സസ് പോയത്. ഈ 1.5 ലക്ഷത്തിന് വേണ്ടി കിട്ടുന്ന എന്ത് അക്രിഷൻ, ഇൻട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇൻകം ആ ഫണ്ടിലേക്ക് വരുന്നെങ്കിൽ അതും ടാക്സബിൾ ആവും എംപ്ലോയിയെ സംബന്ധിച്ച്. ഓൾ റൈറ്റ്, സോ യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് ഇൻട്രഡക്ടറി വീഡിയോ ഓൺ പെർക്വിസിറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ ദ കമ്മിങ് വീഡിയോസ് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഈച്ച് പെർക്വിസിറ്റ് 1 by 1.
അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നൊരു ഓർഡർ ഉണ്ട്. അത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കാണുന്ന ഓർഡറിലായിരിക്കില്ല പെർക്വസിറ്റ്സ് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത്. എൻ്റെ ഓർഡർ പ്യോർലി ബേസ്ഡ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻസ് ആയിരിക്കും. എക്സാമിനേഷൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്സിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഐറ്റംസിനായിരിക്കും ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ യെസ്, ക്ലോസിംഗ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് feel free to contact. See you in my next one. Till then, take care and goodbye.